അവന് നിന്നെയും രക്ഷിക്കാൻ പറ്റില്ല. നീ വിചാരിച്ച അവനെ പറയാ. ദീപക് എവിടെ? നീ എത്ര ടോർച്ചർ ചെയ്താലും ഞാൻ പറയില്ല. I have some ethics. എത്തിക്സോ? പണത്തിന് വേണ്ടി മനുഷ്യരെ കൊല്ലുന്ന നിനക്കൊക്കെ എന്ത് എത്തിക്സ് ആടി? നിന്നെ നിന്റെ ബാങ്കിൽ നിന്ന് നിനക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ നീ മരിച്ചു പോകുന്നറിയാതെ ഏതോ ഒരുത്തൻ ആരെയോ കൊല്ലാൻ വേണ്ടി $5 ലക്ഷം നിനക്ക് അയച്ചിരിക്കുന്നു. വേറെ ആരെയല്ല, അത് നിനക്കുള്ള കൊട്ടേഷനാ. അവരുടെ നെറ്റ്വർക്ക് വളരെ വലുതാ. ഞാനില്ലെങ്കിലും വേറെ ആരെങ്കിലും കൊണ്ട് നിന്നെ അവർ തീർത്തിരിക്കും. മര്യാദയ്ക്ക് പോകുന്നതാ നിനക്ക് നല്ലത്. ഉറപ്പായിട്ടും പോകും. ദീപകിനെ തേടി. ഞാൻ പറയാതെ അവനുള്ള സ്ഥലം നീ എങ്ങനെ അറിയും? നീ പറയണമെന്നില്ല. നിന്റെ ഫോൺ പറഞ്ഞു കഴിഞ്ഞു. ആരാ നീ? Say your ethics. ദീപക് എവിടെയാണെന്ന് ഞാൻ പറയാം. ഡേ, ചവിട്ടെ കൊല്ല്. എന്നാലും ആൾക്കാർ ഓടുന്നതിനിടയിൽ ചവിട്ടേറ്റ് മരിച്ചാണെന്ന് വിചാരിക്കും. എനിക്ക് എന്ത് വേണമെന്നോ? 1 പ്ലേറ്റ് ബക്ലാവ, 2 പ്ലേറ്റ് പൂച്ച ബിരിയാണി വാങ്ങി വെക്കേ. ഒരുത്തന്നെ പാഴ്സൽ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. എന്നെ റിസീവ് ചെയ്യാൻ നീ എന്നെ വരണോ? ഞാൻ നിന്നെ റിസീവ് ചെയ്യാൻ വന്നതല്ല, തിരിച്ചയക്കാൻ വന്നതാ. എന്താ പറയുന്നത്? അളിയാ, ഇതുവരെയുള്ള പ്രശ്നത്തിൽ മീരയും വലിയ എളിനും രണ്ടുപേരും പോയി. ഇപ്പൊ നീ പകരം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇനി ഒന്നുകൂടെ താങ്ങാൻ വയ്യ, നീ പോയി. ഹായ് സുഭാഷ്. ഇവളെന്താ ഇവിടെ? ആർമിയിൽ പ്രൊമോഷൻ വേണ്ടെന്ന് വെച്ചിട്ട് ഫോറിൻ അഫയേഴ്സിലെ പോസ്റ്റിംഗ് വാങ്ങി ഇങ്ങോട്ട് വന്നിരിക്കുക. എന്തിനാണെന്ന് മാത്രം അറിയില്ല. എനിക്ക് മനസ്സിലായി. ചേച്ചേ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നി, അതാ. അളിയനെന്തോ പറയാമെന്നല്ലോ. അത് വേറൊന്നുമല്ല അളിയാ. ഉള്ള സ്നേഹം ബ്രേക്കപ്പ് ആയിട്ട് മറ്റൊരു സ്നേഹം തേടി അലയുന്ന വഴിക്ക് പഴയത് ഫ്രീ ആണെന്ന് മനസ്സിലാക്കി അതൊരു ബ്രേക്ക് ആവുമെന്ന്. ആക്ച്വലി വാട്ട്സ് യുവർ പ്ലാൻ? ഇത് റിവെഞ്ച് എടുക്കാൻ വന്നാണോ അതോ റിലാക്സ് ചെയ്യാൻ വന്നാണോ? എടാ അളിയോ